ആ എന്തെങ്കിലും ചെയ്യും, എനിക്കെന്താ. എപ്പോ വരൂ ഇനി? റൊണാൾഡിനെ 100 രൂപയുടെ പച്ചക്കറി മേടിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അവന് 200 രൂപ കൊടുക്കണം. ഇരട്ടി പൈസ അവന് തിന്നാൻ വേണ്ടി മേടിക്കൂലേ? എവിടെ ഇരിക്കുന്ന പൈസ? നിങ്ങൾ എൻ്റെ കയ്യിൽ പൈസ വന്നിട്ടാണോ പോയത്? ശരി, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. വെക്ക് ക്ലീറ്റോ. ദേഷ്യപ്പെടാതിരിക്കും. പിന്നെ സാധനം പറഞ്ഞ ഇന്നലെ പൈസയും കൊടുത്ത് വിട്ടിട്ട് അതും ചെയ്തില്ല. അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ ഇനിയിപ്പോൾ അതിനകത്ത്? എന്ത് ചെയ്യാനാ? റൊണാൾഡേ വന്നേ. അത് വരുന്നതാണ്. 11 മണിക്ക് അവിടെ നിന്നാടോ ഊണ്. 10 മണി മുതൽ ഊണ് കൊടുക്കുന്ന എത്ര ഹോട്ടൽ തിരുവനന്തപുരത്തുണ്ടെന്ന് അറിയാമോ? ഇവിടെ 10 മണിക്കല്ലാണ് നീ കഴിച്ചത് രാവിലത്തെ. മണിക്കൂർ ഒന്ന് കഴിഞ്ഞില്ലേ? ദഹനം ഏത് സമയം നടക്കും? പാൻക്രിയാസ് ഗ്രന്ഥികളിൽ നിന്ന് പുറപ്പെടുന്ന ദ്രാവകം അമിതമായിട്ട് വരുമ്പോൾ വയറ്റിൽ പാൻക്രിയാസ് ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന ദ്രാവകം അമിതമായിട്ട് വയറിൽ വരുമ്പോൾ പെട്ടെന്ന് ദഹന പ്രക്രിയ നടക്കും. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ടല്ല, ഈ ഒരു 2 മണിക്കൂർ കഴിഞ്ഞെങ്കിലും ചോറുണ്ണണമെങ്കിൽ കടയിലൊന്ന് പോകണം. അടിമറടി റെഡിയാണോ? ഓ, ആകെ 200 രൂപയുള്ളൂ. എക്സ്ട്രാ പൈസ എന്നോട് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഇല്ല തരാൻ. എനിക്കിനി അന്നേരം തല്ലു പിടിക്കാൻ പറ്റൂലാത്തതുകൊണ്ടാണ് ഇതെല്ലാം നേരത്തെ പറയുന്നത്. എന്തൊക്കെ വേണമെന്ന് പറ. എങ്ങനെയൊക്കെ നടന്നാലും ഒന്ന് ജീവിക്കാൻ പറ്റണം. നിങ്ങളുടെയൊക്കെ കണ്ണു വെട്ടിച്ച്. ദേ 200 രൂപയുണ്ട്. 100 രൂപ പച്ചക്കറി കിറ്റ് മേടിച്ചാൽ മതി. 100 രൂപയുടെ കിറ്റ് മേടിച്ചാൽ മതി. അപ്പോൾ സാമ്പാറിൻ്റെയും അവിയലിൻ്റെയും ഒക്കെ കഷ്ണം 100 രൂപയ്ക്ക് മത്തി. 100 രൂപയ്ക്ക് മത്തി. എന്തിന്? കണ്ണിലിട്ടടയ്ക്കാനാ? മത്തി നീ സാധാരണ കണ്ണിലിട്ടാണോ അടയ്ക്കുന്നത്? വായിലിട്ട് അടയ്ക്കാൻ. വായിലിട്ട് അടയ്ക്കണമെങ്കിൽ എത്ര മത്തി കിട്ടും? 100 രൂപയ്ക്ക് കിട്ടണത് മതി. അപ്പൊ നിങ്ങൾക്ക് വേണ്ട? എനിക്ക് ചാറാണെങ്കിലും മതി. ഒന്ന് പോയി മേടിച്ചിട്ട് ഇവിടെ പൈസ ഇല്ലടാ റൊണാൾഡേ. ശരി, ബാത്റൂമിൽ പോകണം. ബാത്റൂം നിനക്ക് ഇതിന് പോയി മേടിച്ചിട്ടോ? നീ ബാത്റൂമിൽ പോ. എനിക്ക് ബാത്റൂമിൽ പോകാതെ പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. മോശമാകും. അതിന് നിങ്ങളും കൂടാണ് കാരണം. കുറച്ച് സ്നേഹത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ കുഴപ്പം. നിങ്ങൾ ദേഷ്യപ്പെട്ട് എപ്പ എന്നെ നോക്കിയാലും എനിക്ക് അപ്പൊ പൊക്കോ. എന്റെ ദൈവമേ. ചേച്ചി. ക്ലീറ്റോ. ഓ വിട്ട് വല്ലയിടത്തോട്ടും പോയി എന്നിട്ട് ഇങ്ങനെ വിളിച്ചു ചോദിച്ചാൽ മതിയല്ലോ. ശരി. അല്ലി വന്നോ? ഇല്ലെന്നേ. അവൻ എന്താ വരാത്തത്? ആ ചെറുക്കൻ വന്നായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. മീനും ഇല്ല, ഒരു സാധനം ഇല്ലെന്നേ. എന്ത് പറ്റിയോ? കഷ്ടമായി പോയി. ആ മാർക്കറ്റിലോട്ട് എങ്ങനെ ചെന്ന് വില കിട്ടുകഴിഞ്ഞാൽ കണ്ണ് തള്ളി പോവും. നീ മീൻ കിട്ടിയില്ല അല്ലേ? പച്ചക്കറി വല്ലതും ഉണ്ടോ? ഒന്നുമില്ലേ. ബെസ്റ്റ് പച്ചക്കറി. എന്തെടുത്തിട്ട് വെക്കും? ഞാൻ ഇപ്പൊ അവനെ കടയിൽ വിടാൻ പോണു റൊണാൾഡിനെ. പോയാ? എന്നിട്ട് പോയില്ല. അതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പൊ ബാത്റൂമിൽ പോണം. കുറെ ആചാരങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. അവന്റെ പാൻക്രിയാസിന് എന്താ കുഴപ്പമുണ്ടെന്ന്. അല്ല അതിപ്പോ ഞാൻ എന്താ പറയുന്നത്? അന്നേക്ക് അങ്ങോട്ടും കൂടെ വരാൻ പറയൂ. എനിക്കും കൂടെ എന്തെങ്കിലും വാങ്ങിപ്പിക്കാം. ആരാണ്? ക്ലീറ്റോ ചേട്ടനാണോ? അല്ല, ആദ്യം വിളിച്ചതാ ക്ലീറ്റോ. എന്താ ചെയ്യേ? ഇല്ല, രാവിലെ അപ്പത്തിന് ചിക്കൻ കറി ഉണ്ടാക്കി. അതുകൊണ്ട് പിന്നെ ഞാൻ ഇച്ചിരി ബിരിയാണി പോലെ റൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് അത് ഉണ്ടാക്കി വെച്ച് പിള്ളേർക്ക്. അതുകൊണ്ടൊന്ന് പണി നേരത്തെ കഴിഞ്ഞ്. അവളാ? അയ്യോ, വന്നിട്ടാ? ഇല്ല, ആരും പറഞ്ഞില്ലല്ലോ. ഓ, അവളല്ലെങ്കിലും കൊള്ളാട്ടോ അവള്. എനിക്ക് അന്ന് കണ്ടപ്പോഴേ ആ പെണ്ണിനെ തോന്നിയായിരുന്നു. എനിക്ക് കണ്ടപ്പോഴേ തോന്നി. അല്ലെങ്കിൽ അവൾ അസൂയക്കാരിയല്ലേ? ഒരാൾക്ക് നല്ലത് വരണം കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് അത് ഇഷ്ടമല്ലല്ലോ. ഞാൻ പോവാ. നമ്മളൊക്കെ എങ്ങനെയാണ് സാധാരണ? അയ്യോ നല്ല കാര്യം സംഭവിക്കുക. അല്ലാതെ ഇവളീ നാട് മുഴുവൻ ഇങ്ങനെ ഈ ദൂഷിപ്പ് പറഞ്ഞു നടക്കേണ്ട കാര്യം എന്താ അവക്ക്? എന്റെ പൊന്നേ.